തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന സദസ്സുകൾ തുടങ്ങി. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സദസ്സുകൾ. പരിപാടി ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കേൾക്കാം. ഈ വികസന സദസ്സ് ശരിയായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ തയ്യാറാകാത്ത ഒരു കൂട്ടർ നേരത്തെ തന്നെ തയ്യാറായി, എല്ലാവരുടെയും വിവരം കൊടുത്തു. പിന്നെയാണ് പല കാര്യങ്ങളിലും ബഹിഷ്കരിക്കുന്ന നിലപാട് തുടർച്ചയായി സ്വീകരിക്കുന്ന നേതൃതല തീരുമാനം വരുന്നത്. അപ്പോൾ അവർ ആ പരിപാടികൾ തൽക്കാലം മാറ്റിവെച്ചു എന്നാണ് കേൾക്കുന്നത്. എന്താണിത്? ഇതാണോ ചെയ്യേണ്ടത്? നിങ്ങളാ വികസന സദസ്സ് നടത്തി ഇന്ന ആവശ്യങ്ങൾ നാളേക്കുണ്ട്, ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയല്ലേ വേണ്ടത്? അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ശരിയായ സമീപനമാണോ? അടുത്ത വർഷം മാർച്ച് മാസത്തോടെ ദേശീയപാതയുടെ നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. റഹീസ് റഷീദുണ്ട്. റഹീസ്, വികസന സദസ്സുകൾ തുടങ്ങി. എന്താണ് ഈ വികസന സദസ്സുകളിലെ പ്രചാരണത്തിന്റെ ലക്ഷ്യം? അരുൺകുമാർ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് വികസന സദസ്സുമായി സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയത്. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പരിപാടി ആണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ആ പരിപാടിയുടെ ഒരു സ്വഭാവം ഉദ്ഘാടനത്തിന് മുമ്പ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത, പ്രത്യേകിച്ച് ഈ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസന പദ്ധതികളുടെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഉദ്ഘാടന സദസ്സ് കഴിഞ്ഞിട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ സർക്കാർ ഫണ്ട് കൊണ്ട് നടത്തിയപ്പോൾ ലൈഫ് പദ്ധതി പോലെയുള്ള പദ്ധതികളെക്കുറിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി അവതരിപ്പിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഉള്ളത്. ഇന്ന് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുകയായിരുന്നു. ഒപ്പം ഈ പദ്ധതിയെ UDF എതിർക്കുകയാണ് ചെയ്തത്. ആ എതിർത്തതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. നിശിതമായ വിമർശനം പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.